ഹായ് ഹലോ ഇറ്റ്സ് മീ ഷഹന ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു വീക്കെൻഡ് വ്ളോഗാണ്. വീക്കെൻഡിൻ്റെ നമ്മൾ ഷോപ്പിങ്ങും ഗ്രോസറി പർച്ചേസിങ്ങും അങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞു എലമെൻറ്റ്സ് ഉള്ള ഒരു കൊച്ചു വീഡിയോ ആണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ള് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇന്ന് 2 ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റീസെൻ്റായിട്ടിട്ട വീഡിയോകൾക്കും പഴയ വീഡിയോസിലും ഒക്കെ ഇപ്പോഴും കമൻറ്റ് വരാറുണ്ട് നമ്മൾ എവിടെയാണ് താമസിക്കുന്നത്, റെൻറ്റ് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുമെന്ന്. ഞങ്ങൾ താമസിക്കുന്നത് ക്യുസൈസിലെ വാസൽ വില്ലേജിലാണ്. ഇവിടുത്തെ റെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെർ മന്ത് 3000 ദിറംസ് ആണ്. അതായത് ഒരു ഇയറിൽ നമുക്ക് 36,000 ദിറംസ് ആണ് നമ്മൾ പേ ചെയ്യുന്നത്. മിക്കവാറുള്ള എല്ലാ വീക്കെൻഡ്സിലും നമ്മളിങ്ങനെ നടക്കാനിറങ്ങും. ഫുഡൊക്കെ കഴിച്ചിട്ട് കുറേ നേരം ഇരുന്നിട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നടക്കാനിറങ്ങും. അപ്പോൾ കുട്ടികളൊക്കെ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതുപോലെ ഗാർഡനിൽ കൂടെയൊക്കെ കുറേ നേരം നടന്ന് നിയർ ബൈ ഉള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പതിയെ തിരികെ വരും. അപ്പോൾ ഈ സാറ്റർഡേ എന്ന് പറയുന്നത് നമ്മുടെ നിയർ ബൈ വാസലിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു നെസ്റ്റ് ഓപ്പൺ ആയിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് പർച്ചേസ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് നമ്മൾ പതിയെ ഇറങ്ങി. ഇത് മൂപ്പൻസ് മാളിനകത്തെ ചെറിയൊരു നെസ്റ്റോ ആണ്. എല്ലാ സാധനങ്ങളും ഉണ്ട്, പക്ഷേ സാധാ നെസ്റ്റോടെ അത്രയൊരു ഗ്രാൻഡായിട്ടില്ല. കുറേ നേരം നടന്നിട്ട് പതിയെ നമ്മൾ പർച്ചേസ് ചെയ്യും. എല്ലാ സാധനങ്ങളുടെയും റേറ്റും പിന്നെ ഈ വട്ടത്തെ ഓഫറും ഒക്കെ നോക്കിയിട്ടാണ് ഞാൻ വാങ്ങിക്കാറുള്ളത്. ഇപ്പം വാർ ടൈമൊക്കെ ആയതുകൊണ്ട് കുറേ സാധനത്തിന് വില കൂടുതലുണ്ട്. പക്ഷെ നെസ്റ്റോയിലൊന്നും അത്രമാത്രം വില കൂടിയതായിട്ട് തോന്നിയില്ല. കുറേ കൂടെ ഫ്രഷ് സാധനവും കിട്ടുന്നുണ്ട്. നമ്മൾ താമസിക്കുന്ന കമ്മ്യൂണിറ്റിക്കുള്ളിൽ തന്നെ ഒരു ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. നമ്മളെല്ലാം അവിടെ നിന്നാണ് വാങ്ങിക്കാറ് പൊതുവെ. അപ്പം നെക്സ്റ്റ് ഓപ്പൺ ആയപ്പം വന്ന് എങ്ങനെയുണ്ട്, ഓഫർ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. അപ്പം ഞാൻ ഓർത്തു ഈ വീക്കെൻഡിലെ പർച്ചേസ് കുറേ ഇവിടെ നിന്ന് അങ്ങ് ചെയ്യാമെന്ന്. അങ്ങനെ കുറേ സാധനം ഇവിടെ നിന്ന് വാങ്ങിയായിരുന്നു. ഇവിടെ നമുക്ക് പാർക്കിംഗ് സൗകര്യം ഇല്ല. അതാണ് ഇവിടുത്തെ ഒരു ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത്. സാധനങ്ങളൊക്കെ ഫ്രഷാണ്, അത്യാവശ്യത്തിന് വിലയുള്ളൂ താനും. എന്നാലും നമുക്ക് പാർക്കിംഗ് ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് സാധനം പർച്ചേസ് ചെയ്യുമ്പം കുറേ ദൂരത്തേക്ക് ക്യാരി ചെയ്യേണ്ടി വരും. നെസ്റ്റോടെ തൊട്ടടുത്ത് ഫുഡ് വേ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈവനിങ് ആയതുകൊണ്ട് അവിടെ കയറി ചായയും സ്നാക്സും ഒക്കെ കഴിച്ച് പതിയെ കുറച്ച് നേരം ഇരുന്നിട്ടാണ് തിരികെ വീട്ടിലേക്ക് വന്നത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ ഇനോക്കിൽ വന്നു. പെട്രോളൊക്കെ അടിച്ചു. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്നിട്ട് അടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ താമസിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ ഒരു സ്റ്റേഷനറി സ്റ്റോറുണ്ട്. ഞാൻ അവിടെ നിന്നാണ് പൊതുവെ ബുക്സ് വാങ്ങിക്കാറ്. മിക്കവാറുള്ള വീക്കെൻഡ് ഞാൻ എന്തെങ്കിലും ഒരു ബുക്ക് വാങ്ങിക്കും. ഇപ്പം അതൊരു ഹാബിറ്റാക്കി എടുത്തേക്കാണ്. അപ്പം ഞാൻ ഇന്ന് ഈ വട്ടം ഒരു പുസ്തകം വാങ്ങിച്ചിരുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം അവസാനിപ്പിച്ച് പിറ്റേ ദിവസം നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മൾ പതിയെ പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ ഷാർജ സിറ്റി സെൻറ്ററിൽ വോക്ക് സിനിമാസിൽ വാഴ സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. നമ്മളെപ്പോഴും സിനിമ തുടങ്ങുന്നതിന് കുറേ മുന്നേ ചെന്നിട്ട് പിന്നെ കുറച്ച് നേരം ഇങ്ങനെ കടയിലൊക്കെ കയറി ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തി കുറച്ച് നേരം ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യും. വെറുതെ വീട്ടിലിരിക്കുന്നതിലും ഒരു രസമാണ് ഇങ്ങനെ നടക്കാൻ. അപ്പോൾ നമ്മൾ രണ്ടുപേരും അങ്ങനെ കുറച്ച് നേരം ഏതെങ്കിലുമൊക്കെ സ്റ്റോറിലൊക്കെ കയറി ഇങ്ങനെ നടക്കും. ഞാൻ സിറ്റി സെൻറ്ററിൽ എപ്പോൾ ചെന്നാലും ഞാൻ അവിടുത്തെ മിനിസോയിൽ കയറും. കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ നോക്കും. ഭയങ്കര ക്യൂട്ട് ഐറ്റംസ് കുറേ കിട്ടും. അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോറിങ് സാധനങ്ങൾ വല്ലതും ഞാൻ എടുക്കാറുണ്ട്. അങ്ങനെ കുറച്ച് നേരം നടന്നു കഴിഞ്ഞപ്പോഴത്തേന് സിനിമ തുടങ്ങാൻ സമയമായി. അപ്പോൾ നമ്മൾ പതിയെ വോക്സിലേക്ക് വന്നു. പുറത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് സിനിമ തുടങ്ങാൻ സമയമായപ്പോഴത്തേന് നല്ല ആൾക്കാരുണ്ടായിരുന്നു. നല്ല പടങ്ങൾ വന്നാൽ നമ്മൾ പോയി കാണാറുണ്ട്. അപ്പം ഈ വട്ടം നല്ല റിവ്യൂസ് ഒരുപാട് കേട്ടു വാഴനെ കുറിച്ച്. മാക്സിമം ആളുകൾ തിയേറ്ററിൽ പോയി കാണണമെന്നൊക്കെ പറഞ്ഞ് റിവ്യൂസൊക്കെ ഇട്ടിരുന്ന് കണ്ടിരുന്നു. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഇത് ബുക്ക് ചെയ്തത്. ഫസ്റ്റ് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് സിനിമ തുടങ്ങിയപ്പോഴത്തേന് തിയേറ്റർ ഫുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയ പടം കൂടിയായിരുന്നു ഇത്. മികച്ച ഒരു സിനിമയായിരുന്നു ഇത്. ഒരുപാട് ഇമോഷണലി കണക്റ്റായ സിബ്ലിങ്സൊക്കെ ഉള്ളവർക്ക് ഒരുപാട് കണക്റ്റ് ആവുന്ന ഒരു പടമായിരുന്നു. ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ സിനിമ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി വീണ്ടും സ്റ്റോറിലൊക്കെ കയറി. ഇവിടെ ഷാർജയിലൊരു വൈക്കിക്കി എന്ന് പറഞ്ഞൊരു കടയുണ്ട്. നമ്മൾ കൂടുതലും ഇക്കാക്കുള്ള ടീഷർട്ടുകളും എൻ്റെ ടോപ്സൊക്കെ നമ്മൾ ചിലതൊക്കെ ഇവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യാറുള്ളത്.
അത്യാവശ്യം നല്ല കളക്ഷനും കുറച്ച് അഫോർഡബിളും ആയിട്ടുള്ളൊരു സ്റ്റോറാണ് ഇവരുടെ. നമ്മൾ മിക്കപ്പോഴും സിറ്റി സെൻറ്ററിൽ പോകുമ്പോൾ അവിടെ കയറാറുണ്ട്. മിക്കവാറും എല്ലാ വീക്കെൻഡ്സിലും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പോവും. വീട്ടിൽ തന്നെ ഇങ്ങനെ ചടഞ്ഞിരിക്കാതെ എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ കുറച്ച് നേരം നടക്കാനോ കാണാനോ, ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും വാങ്ങിയില്ലെങ്കിൽ കൂടെ നമ്മൾ വെറുതെ ഇങ്ങനെ കുറച്ച് നേരം നടക്കാറുണ്ട്. എനിക്ക് ക്രിസ്പി ക്രംസിൻ്റെ ബബ്ലോണീസും അവരുടെ ഡോണട്ട്സും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഒരുപാടൊന്നും വാങ്ങിയില്ലെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഇവരുടെ വാങ്ങിക്കാറുണ്ട്. ഇവരുടെ കുറേ ഫ്ലേവേഴ്സ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വട്ടം പുതുതായിട്ട് എന്തോ ഒരു മാംഗോയുടെ ഒരു ഫ്ലേവറിൻ്റെ വന്നായിരുന്നു. പിന്നെ ക്രീം ആൻഡ് കുക്കി എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ ഈ വട്ടം വാങ്ങിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ക്യാരി ഫോർ ഉണ്ട്. അപ്പം എനിക്ക് അത്യാവശ്യം കുറച്ച് സാധനം കൂടെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പം ഞാൻ ക്യാരി ഫോറിൽ കയറി. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. എന്നാലും നമ്മൾ അത്യാവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. ഇവരുടെ പേസ്ട്രി സെക്ഷനിൽ കുറേ വെറൈറ്റീസ് കിട്ടും, കുറച്ച് അഫോർഡബിളുമാണ്. ഇതവരുടെ ടാർട്ട് കേട്ടോ, ഞാൻ ഇടയ്ക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ടാർട്ട്. പിന്നെ കുറച്ച് പച്ചക്കറി വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ അങ്ങനെ നോക്കി നടക്കുമായിരുന്നു. ചില സാധനങ്ങൾക്കൊക്കെ നന്നായിട്ട് പ്രൈസ് ഉണ്ട്, ചിലതൊക്കെ പഴയതുപോലെ തന്നെയാണ്. ഇന്ത്യയിൽ നിന്നൊക്കെ ഉള്ള കുറേ സാധനങ്ങളൊന്നും ഇപ്പോൾ അധികം എക്സ്പോർട്ട് ചെയ്ത് വരുന്നില്ല എന്ന് തോന്നുന്നു. ചിലതിനൊക്കെ നന്നായിട്ട് വിലയുണ്ട്, ചിലതൊക്കെ പഴയ പോലെ തന്നെയാണ്. ഇതേവരെ ഫിഷിൻ്റെ സെക്ഷനായിരുന്നു. ഫ്രഷ് ആയിട്ടുള്ള ഫിഷസും എല്ലാം കിട്ടുമെന്ന് അറിയാൻ വേണ്ടി നമ്മൾ നോക്കിയായിരുന്നു. പക്ഷെ പ്രത്യേകിച്ചൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. അതുമല്ല ഞാൻ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പ്രത്യേകിച്ച് വാങ്ങിയില്ല. ഇവിടെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ സാധാരണ വാങ്ങിക്കുന്ന സ്റ്റോറിനെക്കാട്ടി കുറച്ചുകൂടെ പ്രൈസ് ആയിക്കൊണ്ട്, സെയിം സാധനം തന്നെയാണ് പക്ഷേ കുറച്ചുകൂടെ പ്രൈസ് ആയിക്കൊണ്ട് ഇവിടുത്തെ ഫിഷസിനെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിക്കനും ബീഫും ഒക്കെ നോർമലാണ്. ഞാനിവിടെ വരുമ്പോൾ മിക്കവാറും സ്പൈസസോ നട്ട്സോ അല്ലെങ്കിൽ ഇവരുടെ ഈ തൊമര, മുതിര അതുപോലെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് നേരം നോക്കി നടക്കും, എന്നിട്ടാണ് വാങ്ങിക്കുന്നത്. അങ്ങനെ ഈ വീക്കെൻഡുള്ള നമ്മുടെ പർച്ചേസൊക്കെ കഴിഞ്ഞു. മിക്കവാറുള്ള വീക്കെൻഡ്സൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം വീഡിയോ കണ്ടതിന് താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.